ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. എ ഹൗസ് ഓഫ് ഡൈനാമിക് പടം കണ്ടു. ഒരു ഗുഡ് പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ഇത് ഭൂരിഭാഗം പേർക്ക് ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഇതിന്റെ എൻഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ വരാനും സാധ്യതയുണ്ട്. എന്ന് കരുതി നിങ്ങളിത് മിസ്സാക്കരുത് എന്ന് എനിക്ക് തോന്നാൻ കാരണം ഇതിൽ കുറെ നല്ല എലിമെന്റ്സ് ഉണ്ട്, കുറെ നല്ല കാര്യങ്ങളുണ്ട്, നല്ല ആക്ടേഴ്സ്, നല്ല പെർഫോമൻസ് ഉണ്ട്, മ്യൂസിക്, സ്ക്രീൻ പ്ലേ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന് ഒരു ദിവസം ഒരു അൺനോൺ എനിമിയിൽ നിന്നുള്ള ഒരു മിസൈല് അമേരിക്കൻ മറ്റേ ഓഫീസിൽ അവർ അത് കണ്ടെത്തുകയാണ്. ഒരു മിസൈൽ വിട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ തടുക്കും? അത് ആണവ മിസൈല് അമേരിക്കയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് ആദ്യം അവർ വിചാരിച്ചത് കൊറിയക്കാര് ട്രയൽ റൺ അടിച്ചാന്ന് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി അവർക്ക് ഇങ്ങോട്ട് അവര് കൊറിയക്കാരാവണമെന്നില്ല, ഏതോ ഒരു അൺനോൺ എനിമി അയച്ച മിസൈലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കുന്നത് വൈറ്റ് ഹൗസിലുള്ള സിറ്റുവേഷൻ റൂം എന്ന് പറഞ്ഞാൽ WHSR എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫാണ് ആദ്യം ഡിറക്ട് ചെയ്യുക. അത് ആ ഒരു പെർസെപ്റ്റീവാണ് നമുക്ക് ആദ്യം കാണിച്ചു തരിക. 3 പെർസെപ്റ്റീവാണ് കാണിച്ചു തരിക. ആദ്യം ഇവര് ഇതിനെക്കുറിച്ച് ഡിറ്റക്ട് ചെയ്യുന്നതും ഇവർക്കത് മനസ്സിലാവും, തുടക്കം തന്നെ മനസ്സിലാവും. പടം തുടങ്ങിയ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ മനസ്സിലാവും ഈ ആണവ മിസൈൽ നമുക്ക് തടുക്കാൻ പറ്റില്ല എന്ന്. അതായത് അമേരിക്കയിൽ ഒരു ഫേമസ് സ്ഥലത്ത് വന്ന് അത് പതിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, എന്ത് ചെയ്യുക, അതിന് ശേഷമുള്ള പൊളിറ്റിക്കൽ നടപടികൾ എന്താണ്, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു ടെൻഷനാണ് ആദ്യത്തെ ഒരു ഇതിൽ കാണിക്കുക പെർസെപ്റ്റീവില്. പിന്നെ അതേ നെക്സ്റ്റ് പെർസെപ്റ്റീവ് എന്ന് പറയുന്നത് എയർഫോഴ്സിന്റെ ഒരു ഏരിയയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ട്രാറ്റജിക് കമാൻഡ് റൂം എന്ന് പറഞ്ഞിട്ട് സ്ട്രാറ്റ്റൂകോം എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തെ സീനിയർ ഓഫീസേഴ്സ് അറ്റ് ദ സെയിം ടൈം രാവിലെയാണ് സംഭവിക്കുന്നത്. അവരുടെ പെർസെപ്റ്റീവില് അവർ ഇത് ഹാൻഡിൽ ചെയ്യേണ്ട രീതിയാണ് കാണിക്കുക. ഈ 2 പെർസെപ്റ്റീവിലും പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്യണതൊക്കെ വോയിസ് കോളിലും ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട്. 3ാമത്തെ പെർസെപ്റ്റീവ് കാണിക്കുന്നത് US ഓഫീസ് പ്രസിഡന്റ് ഒരു ഫംഗ്ഷനിൽ നിന്ന് പ്രസിഡന്റിനെ പെട്ടെന്ന് അവർ പിടിച്ചു മാറ്റിയും ഈ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണമെന്നാണ് കാണിക്കുക. അങ്ങനെ 3 പെർസെപ്റ്റീവും പാരലായിട്ട് ഒരേ ടൈമിൽ നടക്കുന്നത്. 3 ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഡിഫറെന്റ് പെർസെപ്റ്റീവിലാണെങ്കിലും ഒരേ ടൈം ലൈനാണ്, ഏകദേശം അരമണിക്കൂർ. അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇത് ആദ്യത്തെ ഒരു പെർസെപ്റ്റീവിടെ സെക്ഷൻ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനി എങ്ങനെയാണെന്നുള്ള രീതി. 2ാമത്തെ പെർസെപ്റ്റീവ് അവര് വേറൊരു വ്യൂ പോയിന്റിലെ കാണിക്കുക. അവിടെയും ഇതേ അവസ്ഥ തന്നെ, പക്ഷെ ഡിഫറെന്റ് പെർസെപ്റ്റീവ്, ഡിഫറെന്റ് എന്താ പറയാ സ്ട്രാറ്റജീസും പ്ലാൻസും കാര്യങ്ങളൊക്കെ, ആക്ടിങ്ങും മ്യൂസിക്കും ഒക്കെ അതനുസരിച്ച് വരും. 3ാമത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴെങ്കിലും മിസൈല് ആണോ മിസൈൽ വന്ന് പൊട്ടണതും ഇതൊക്കെ കാണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ കാണിക്കാതെ ഇവർ അവസാനിപ്പിക്കണം. ആ കാണിക്കാതെ അവസാനിപ്പിക്കണത് ഇവർ എൻറ്റയർലി ഫോക്കസ് ചെയ്തത് സ്ട്രാറ്റജിക് പ്ലാനും അത് ഓഫീസേഴ്സും സ്റ്റാഫ്സും എങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് ഹാൻഡിൽ ചെയ്യും അവരുടെ ആ ടെൻഷനും നമ്മളിലേക്ക് പങ്കുവെക്കലാണ് ഈ സ്ക്രീൻ പ്ലേ കൂടിയും പെർഫോമൻസിൽ കൂടിയും അവർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ റെബേക്ക ഫെർഗൂസൺ ആയാലും ഐഡ്രിസ് എൽബി ആയാലും ജെറേഡ് ആയാലും ഈ ഗബ്രിയേൽ ബാസ് ആയാലും അങ്ങനത്തെ ഇതിൽ കാസ്റ്റിംഗ് ഒരു വണ്ണാണ്. അവരെല്ലാവരും നമുക്കത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്കത് കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ വോൾക്കറിന്റെ മ്യൂസിക്കും ഇതും കൂടി ആകുമ്പോൾ നമുക്കിങ്ങനെ ബോറടിക്കണം. പിന്നെ 1:45-1:50 മിനിറ്റ് റണ്ണിങ് ടൈം ഉള്ളത്, അത് നമ്മളങ്ങനെ പിടിച്ചിരുത്തും. പക്ഷെ നമ്മളിങ്ങനെ ആ ഒരു മൂഡിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ട്രാജഡി സംഭവമാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു എക്സ്പ്ലോഷൻ പ്രതീക്ഷിക്കും. ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അത് കിട്ടാണ്ടായപ്പോൾ എനിക്ക് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് നിരാശ വരാണ്ടിരുന്നത് ഇതൊരു ഡിഫറെന്റ് അല്ലേ, ഒരു വെറൈറ്റി അറ്റംപ്റ്റ് അല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് ഭൂരിഭാഗം പേർക്ക് ഇതിനിപ്പോൾ എന്തിനിപ്പോൾ കാണിച്ചതെന്ന് അവർക്ക് തോന്നാം. കാരണം ഈ 3 പെർസെപ്റ്റീവും കാണിച്ചിട്ട് ബോംബ് പൊട്ടണമെന്നും കാണിക്കില്ല, ബോംബ് പൊട്ടിയതിന് ശേഷം എന്തുണ്ടാവണമെന്നും കാണിക്കില്ല. ഒരു ക്ലിഫ് ആങ്കർ പോയിന്റിലാണ് അവർ കൊണ്ട് നിർത്തും. അതായത് പൊട്ടി എന്നുള്ളത് നമ്മൾക്ക് ഊഹിക്കാം, അതിന് ശേഷമുള്ള നടപടികൾ എന്താവുമെന്നും അവർ പറഞ്ഞിട്ടാണ് വരുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റും നമുക്ക് ഊഹിക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ നിർത്തുക. ആ ഒരു നിർത്തല് ചിലപ്പോൾ കുറേ പേർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറിറ്റേഷൻ ഉണ്ടാക്കാം. പക്ഷെ എനിക്കിത് കുഴപ്പമില്ല. ഓവറോൾ പ്രൊഡക്റ്റ് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ആ സ്ക്രീൻ പ്ലേ വന്ന രീതി, ആക്ടിങ്ങിന്റെ രീതി, മ്യൂസിക്കിന്റെ രീതി, റിയലിസ്റ്റിക് അപ്രോച്ച്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ടെൻഷനുള്ള പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ആണല്ലോ ആണോ മിസൈൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ. അപ്പൊ അത് വന്ന് പതിക്കണതിന് മുമ്പുള്ള ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ആണ് ഈ ആളുകളുടെ മാനസികാവസ്ഥയാണ് ഇവർ കാണിക്കുന്നത്. അതിന്റെ ഒരു ഇന്റൻസിറ്റിയും അതിന്റെ ആ ഒരു പെർഫോമൻസും ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ക്ലൈമാക്സ് എന്തുണ്ടായി, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക, അത് ഒരു ഇതില്ലാണ്ട് നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ രീതിയിലേക്ക് ഒരു വിട്ടുകൊടുക്കുകയാണ് ഡയറക്ടറും ടീമും. നിങ്ങൾ അതിനെ വിലയിരുത്തിക്കും, ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും രീതിയിൽ വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുക്കൽ ചിലപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു. എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിൽ ഇത് അവൈലബിൾ ആണ്. എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.